നമ്മുടെ പ്രിയപ്പെട്ട നന്മ റെസിഡന്റ് അസോസിയേഷന്റെ സെക്രട്ടറി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ അടിയന്തരമായിട്ട് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ റെസിഡന്റ് അസോസിയേഷന്റെ പരിസരങ്ങളിലൊക്കെ മോഷണങ്ങൾ പെരുകിക്കൊണ്ടു. എന്റെ നിഗമനത്തില് ഈ മോഷണങ്ങളെല്ലാം അന്യസംസ്ഥാനക്കാരാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ചോദിച്ചു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ മോഷണം നടന്നു വന്നിട്ട് കുറെ കാലങ്ങളായി, 1-2 മാസങ്ങളായി ഇവിടെ മോഷണങ്ങൾ നടന്നു വരുന്നു. പ്രസിഡന്റ് പറഞ്ഞ പോലെ സത്യമാണ്, അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റില്ല, അന്യ സംസ്ഥാനക്കാരായിരിക്കും മിക്കവാറും. അതിനൊരു ഉദാഹരണമുണ്ട്. ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്ന കടികണ്ണ, സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടുവന്ന പൊറോട്ട, ബീനയുടെ വീട്ടിൽ നിന്ന് കണ്ടുവന്ന ആൻസിന്റെ പാക്കറ്റ്. അത് മാത്രോ, മോളിയുടെ വീട്ടിൽ നിന്ന് 2 കിലോ സവാളയും മോഷണം പോയി. അപ്പൊ നമുക്ക് അനുമാനിക്കാം ഇതെല്ലാം അന്യ സംസ്ഥാനക്കാരാണെന്നുള്ളത്, അല്ലേ? ഇതിനെതിരെ നമുക്കൊരു കൂട്ടായ്മ വേണം, നമുക്കൊരു സെക്യൂരിറ്റി വേണം. അതിനെപ്പറ്റി സംസാരിക്കണം എല്ലാവരും കൂടി. റെഡിയല്ലേ? ഇത്ര മാത്രം കൃത്യമായിട്ട് സെക്രട്ടറിക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് മാത്രം കാണാതെ പോയത്? അല്ല, ഈ ബീനയുടെ വീട്ടിലും സിന്ധുവിന്റെ വീട്ടിലും ഈ ചിട്ടിപ്പിരിവുണ്ടല്ലോ എനിക്ക്. അവര് പറയുമ്പോ എനിക്ക് അറിയാമല്ലോ. അപ്പൊ ഈ ചിട്ടിപ്പിരിവാണ് ഇതൊക്കെ ഞാൻ അറിയാനുള്ള കാരണം. അതെന്താ സെക്രട്ടറി എന്റെ വീട്ടിൽ നിന്ന് കളവ് പോയ കാശിനെ കുറിച്ച് പറയാണ്ടിരുന്നത്? അത് അതിന് വില ഒന്നും ഇല്ലേ? അത് നിന്നെ കെട്ടിയാൻ എടുത്തോണ്ട് പോയത്. ഇതേ പ്രസിഡന്റ്, എന്റെ കെട്ടിയവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവന്റെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. നമുക്കൊരു കൂർക്ക. ഞാനിവിടെ ഉറപ്പിന്തിനാ മറ്റൊരു സെക്യൂരിറ്റി കള്ളമേല അതാക്കോല് കൊടുക്കുന്നു. വീട് നന്നാക്കാൻ അറിയാൻ പാടാത്തവരാണ് നാട് നന്നാക്കുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റിന് ആവശ്യമാണ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നറിയാനായിട്ട് സെക്യൂരിറ്റിന് ആവശ്യമാണ്. അതെ, കാര്യം CC ക്യാമറ എല്ലാം ഉണ്ട്. എന്നാൽ പോലും ഈ CC ക്യാമറ ഇല്ലാത്തടത്ത് എങ്ങനെ വന്ന് മോഷണം നടത്തുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? അറിയണമല്ലോ. അറിയണ്ടേ? വേണം. അപ്പൊ നമുക്കൊരു സെക്യൂരിറ്റിനെ ഇവിടെ നിയമിച്ചേ പറ്റൂ. അതിന് പറ്റിയൊരാളെ കണ്ടെത്താൻ ഞാൻ അംബുജാഷിനെ അറിയിക്കാം. ഞാനോ? അതെ, ഒന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചു. നമുക്കൊരു സെക്യൂരിറ്റി ഇവിടെ നിർത്തണം. വളരെ കൈ എല്ലാവരും കൈയടിച്ചു കൊടുത്ത്. ഒരു സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്ന്. അപ്പോ അംബുജാഷൻ റെഡി ആയിക്കോളൂ. ഓക്കെ, അതിനൊപ്പം ഒരു പ്രസിഡന്റും കൂടെ അയാൾ സഹകരിക്കും കേട്ടോ. ഞാൻ കൂടുതലുണ്ട്. ഓക്കെ, സംഗതി ഭംഗിയായിരിക്കണം, അതല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സ്വഭാവമാണ്. എന്ന് കൈയടിച്ചേ. പ്രിയമുള്ളവരെ, 100 പേര് പങ്കെടുക്കുന്ന ഈ യോഗത്തില് ചുരുക്കം 10 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. അത് എല്ലാവരും പണിക്ക് പോയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അംബുജാഷൻ നമുക്കൊരു സെക്യൂരിറ്റിയുമായി വരും. ഒപ്പം താങ്കളും കൂടി സഹകരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ആകെ നാണക്കേടാവുന്ന എനിക്ക് തോന്നുന്നു. മൂർഖനെ കൊണ്ടുവന്ന് ഏക്കുകയും ചെയ്ത് ഇവരൊക്കെ അവിടെ പോയി തപ്പിക്കൊണ്ടുവരാനാ? എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ. എന്റെ അറിവില് മലയാളം നന്നായിട്ട് പറയുന്നൊരു ബംഗാളി ഉണ്ട്. അവനെ വിളിച്ചാ നമ്മുടെ കാര്യങ്ങൾ സെറ്റാവും. അല്ല ചോട്ടുപോയി, എന്നുണ്ട് സേട്ടാ? എനിക്ക് പണിവല്ല ആയോ സേട്ടാ? നിനക്കൊരു മുട്ട മണിയായിട്ടാ വന്നിരിക്കുന്നത്. ആണോ? ആ, പൈസ കിട്ടും സേട്ടാ? ഇഷ്ടം പോലെ കിട്ടും. ശരിക്കും കിട്ടും. എന്ത് പണിയാ സേട്ടാ? അതായത് ഞങ്ങളുടെ നാട്ടിലൊരു ഗൂർക്ക കാണാം. ഗൂർക്ക സവാള. ഓ, ഗൂർക്ക സവാള വളർത്താൻ അറിയല്ല. ഇത് ഗൂർക്ക എന്ന് പറഞ്ഞ സെക്യൂരിറ്റി. ശരി, മനസ്സിലായി. ഇങ്ങനെ നിൽക്കുന്ന ആള് നിന്നാ പോരാ. അതായത് ഞങ്ങളുടെ ഈ വീടുകളിൽ ഭയങ്കര മോഷണ, കള്ളന്മാരെ ശല്യം. അപ്പൊ ഈ സെക്യൂരിറ്റി ചെല്ലുമ്പോ ഈ കള്ളന്മാരൊക്കെ ഒന്ന് പേടിക്കണം. പിന്നെ അവിടെ മോഷണേ നടക്കരുത്. നിനക്ക് കാശ് കിട്ടുമോ ചേട്ടാ? കാശ് എത്ര വേണം ചേട്ടാ? ഇപ്പൊ ഇങ്ങനെ മതിയോ സെക്യൂരിറ്റി? ഇങ്ങനെ മതിയോ? അതല്ല, ഇത് ഈ വേഷത്തിൽ പോയാൽ അവര് ചിരിക്കും. അങ്ങനെയല്ല, നമ്മൾ പേടിക്കണം. നല്ല കാക്കി ഷർട്ടും കാക്കി പാൻറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട്. അയ്യോ ചേട്ടാ, കാക്കി ഇടാൻ പറ്റില്ല ചേട്ടാ, ചൂടാ, പൊള്ളി പോകും.
എടാ നീ ഫുൾ ടൈം കാക്കി യൂണിഫോം ഒന്നുമില്ല, ഞാൻ നിന്നെ കൊണ്ട് ഇറക്കുമല്ലോ. അപ്പൊ കാണുമ്പോ ഒരു ഗമയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നീ ഊരോ എറിയോ തുണിയിലാണ്ട് മറക്കുകയോ ചെയ്തോ. അവരെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഒറ്റ ബിൽഡപ്പ്. അപ്പൊ ആ സെക്യൂരിറ്റി പിന്നെ ഒരു കാര്യമുണ്ട്, 24 മണിക്കൂറും ഉറങ്ങാതെ അവിടെ ഉണ്ടായിരിക്കാം. അയ്യോ, അപ്പൊ എനിക്ക് രാത്രി ഉറങ്ങണ്ടേ ചേട്ടാ? അയ്യോ, സെക്യൂരിറ്റി ഉറങ്ങാൻ പാടില്ല. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഉറങ്ങരുത്, ഉറങ്ങാൻ പാടില്ല അല്ലേ? പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് വേണ്ടി നിൽക്കോ. ആണല്ലേ? പകല് കുറച്ച് സമയം ഉറങ്ങാമല്ലോ. എടാ നീ സെക്യൂരിറ്റിയാ, ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, ഉണർന്നിരിക്കണം. ആ സെക്യൂരിറ്റി ശരി ചേട്ടാ. ഒക്കെ റെഡി? ഓക്കെ ചേട്ടാ. ഓക്കെ വാ. ഈ കൂർക്ക വരും എന്നൊക്കെ പറയുന്ന കേട്ടു. പല കൂർക്കയും വരുമോ പ്രസണ്ടേ? അമ്പുജാക്ഷൻ ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റതാ. കൂർക്ക വരും, കൂർക്ക വന്നിരിക്കും. ഇവനാണോ കള്ളൻ? നമ്മുടെ റെസിഡൻസിന്റെ പ്രസിഡന്റാ. അപ്പൊ ഇവൻ തന്നെ കള്ളൻ. കൊള്ളമാക്കല്ലേ, വരുമ്പോ തന്നെ ശിക്കാരി ചമ്പുവല്ല, നമ്മുടെ ഗോർക്കിയാ. ഓക്കെ ചേട്ടാ എന്താ ഭായി? ഗ്യാസിന് 45 ദിവസം കഴിഞ്ഞ കിട്ടു. സേച്ചിനോട് കുറേശ്ശെ കത്തിക്കാൻ പറ. ഞാൻ എവിടെ കിടക്കും ചേട്ടാ? കൂർക്ക കിടക്കാനോ? കൂർക്ക കിടക്കാറേ ഇല്ല, കൂർക്ക നടക്കാറേ ഉള്ളൂ. മേരാ ഗാന കിതറേ ഗാന? ഇന്നത്തെ കാന എന്റെ വീട്ടിൽ, നാളത്തെ കാന സെക്രട്ടറിയുടെ വീട്ടിൽ, മറ്റന്നാളത്തെ ഗാന സുമയുടെ വീട്ടിൽ മതി. നല്ല ഗാന സുമ. അവിടെ എങ്ങാനും പോയി കാന തീറാൻ പോയാ ഇത് കാല് ഞാൻ തല്ലി ഓടിക്കും. കാണിച്ചേ നോക്കട്ടെ. പൊക്കി കാണിക്കാം മീന. ഓ, നിന്റെ അത്ര ഉണ്ടല്ലോ മീൻ. സുമേ, ആത്മീനുണ്ട്, ഞാൻ മേടിച്ചോണ്ട് വരട്ടെ? വേണ്ടാന്നാ നീ കൊണ്ടു. अरे भगवान, ബായ്. क्या भाई? ആ ഇത് നമുക്ക് വേണ്ടത് കുറച്ച് ഹിന്ദി പിടിച്ച് തരാം. हिंदी? ആ हिंदी? ആ. हिंदी. അതെ, ഭക്ഷണം കഴിക്കുന്ന ഹിന്ദിയിൽ എന്താ പറയണേ? अच्छा ना, खाना 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 मालूम है? खाना. പൈസ പൈസ ചോദിക്കുന്നത് എങ്ങനെയാ? പൈസ पैसा 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 दे दो, पैसा दे दो, पैसा दे दो, पैसा दे दो. पैसा. ഭക്ഷണം ശരി, താമസം ശരി, പൈസ ശരി. അല്ല, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നേ? എനിക്ക് ബോംബെയിൽ ജോലി കിട്ടി. അരെ ഭഗവാൻ, മലയാളി പണിയെടുക്കാൻ തീരുമാനിച്ചു. എന്നാലും ആ ബംഗാളി നമ്മളൊക്കെ പറ്റിച്ചിട്ട് പോയല്ലോ. അമ്പു, നീ ആട്ടോ ഇതിനൊക്കെ കാരണം. ബംഗാളി പോയ മലയാളി വരും. അതേത് മലയാളിയാണെന്ന് എനിക്കൊന്ന് അറിയണം. അതൊന്ന് കാണട്ടെ. എന്താ കാണ്.